തുടങ്ങാം. രാഹുൽ ഗാന്ധിയുടെ വരവിൽ 5 സ്റ്റാർ പദത്തിലേക്ക് ഉയർത്തപ്പെട്ട മണ്ഡലമാണ്. BJPയെ തടുക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന CPIക്ക് പക്ഷേ വയനാട്ടിൽ രാഹുലിനോട് കരുണയേയില്ല. രാഹുൽ വയനാട്ടിലേക്ക് 2ാം ഊഴത്തിനെത്തിയാലും ഇല്ലെങ്കിലും ദേശീയ നേതാവ് ആനി രാജുവാകും സ്ഥാനാർത്ഥി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. വയനാട് സഖാവ് ആനി രാജ. വയനാട് ലോക്സഭാ മണ്ഡലം പിറവിയെടുത്തത് 2009-ൽ. കന്നി തിരഞ്ഞെടുപ്പിലും 2014-ലും കോൺഗ്രസിലെ MI ഷാനവാസിന് വിജയം. പിന്നീട് CPI വിട്ട് ലീഗിലേക്ക് പോയ M റഹ്മത്തുള്ളയായിരുന്നു 2009-ൽ CPIയുടെ അഥവാ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. തോറ്റത് 1,23,694 വോട്ടുകൾക്ക്. ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട K മുരളീധരൻ NCP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 99,663 വോട്ട് നേടിയതും ചരിത്രം. 5 വർഷങ്ങൾക്ക് ശേഷം 2014-ൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു. CPIയിലെ സത്യൻ മൊഗേരിയോട് MI ഷാനവാസ് വിജയിച്ചത് 20,870 വോട്ടുകൾക്ക് മാത്രം. ഇടതുമുന്നണിയിൽ പ്രവേശനം ലഭിക്കും മുൻപേ ചില തിരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ നടത്തിയ PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് 37,123 വോട്ടുകൾ നേടിയതും കൗതുകം. 2019-ൽ അപ്രതീക്ഷിതമായി രാഹുൽ എത്തി. 23.73% വോട്ട് വർദ്ധിപ്പിച്ച് കോൺഗ്രസ് 64% മുകളിൽ ജനപിന്തുണ സ്വന്തമാക്കി. 7,06,367 വോട്ടുകൾ നേടിയ രാഹുലിന് 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷം. CPI സ്ഥാനാർത്ഥി PP സുനീറിന് പ്രതീക്ഷിച്ച വോട്ടൊന്നും കിട്ടിയില്ല. 2,74,597 പേരുടെ, അതായത് 25% വോട്ടർമാരുടെ പിന്തുണ. BJP മത്സരിക്കാറുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ടോ തൃശൂരിൽ മത്സരിക്കാൻ കുപ്പായം തുന്നി റെഡിയായിരുന്ന BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. കിട്ടിയത് 78,816 വോട്ടുകൾ മാത്രം. 2009-ൽ തുടങ്ങിയതാണ് തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ അപരാജിത യാത്ര. അന്ന് സിറ്റിംഗ് MP പന്ന്യൻ രവീന്ദ്രൻ പിന്മാറിയതിനാൽ CPI സ്ഥാനാർത്ഥിയായി എത്തിയ P രാമചന്ദ്രൻ നായരോട് ആദ്യ ജയം. BSP സ്ഥാനാർത്ഥിയായിരുന്ന A നീലലോഹിതദാസൻ നാടാർക്കും പിന്നിൽ മൂന്നാമതായിരുന്നു BJP. 2014-ലും 2019-ലും കളം മാറി. BJP 2ാമതും ഇടതുമുന്നണി 3ാമതും. 14-ൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്തും ലീഡ് ചെയ്തു O രാജഗോപാൽ. തരൂരിന്റെ ജയം 15,470 വോട്ടുകൾക്ക് മാത്രം. 2019-ൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷം 99,989 ഉയർന്നു. BJPയിലെ കുമ്മനം 2ാമനും CPIയിലെ C ദിവാകരൻ 3ാമനും. 3ാം സ്ഥാനത്ത് നിന്ന് CPI 1ാമനായി കുതിക്കുമോ? കേന്ദ്രം നിശ്ചയിക്കാൻ പോകുന്ന ആ BJP VIP സ്ഥാനാർത്ഥി ആരാകും? തലസ്ഥാനത്ത് സസ്പെൻസ് തുടരുന്നു. പൂഴിനുള്ളിയിട്ടാൽ താഴെ വീഴാത്ത പുരുഷാരം എന്നൊക്കെ ആവേശപൂരം നിറയ്ക്കുന്ന തൃശൂരിലാണ് ഇക്കുറി ത്രികോണപ്പോരിന്റെ കുടമാറ്റം. എനിക്ക് ഈ തൃശ്ശൂര് വേണം. ഈ തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക. 2 ആഴ്ചക്കിടെ 2ാം തവണ, അതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഓടിപ്പാഞ്ഞ് പ്രധാനമന്ത്രി എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. 2019-ലെ കണക്കൊന്നു നോക്കാം. അന്നും സുരേഷ് ഗോപി കളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 3ാം സ്ഥാനത്തായി പോയി. പക്ഷേ മുൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് 17% വോട്ട് വർദ്ധിപ്പിച്ചായിരുന്നു ആ 3ാം സ്ഥാനം. പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയ TN പ്രതാപന് 39.8% വോട്ട്, അതായത് 1.62% കൂടുതൽ. ചോർന്നുപോയത് ഇടതുമുന്നണിയുടെ വോട്ടാണ്. 11.37% വോട്ട് കുറഞ്ഞ് CPIയുടെ രാജാജി മാത്യു തോമസ് 30.9% ഒതുങ്ങിപ്പോയി. 93,633 വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നുമല്ല, ഒന്ന് വിജയിക്കുക മാത്രമാണ് ഇക്കുറി TN പ്രതാപന്റെയും കോൺഗ്രസിന്റെയും ഉന്നം.
VS സുനിൽകുമാറിലൂടെ ചോർന്ന വോട്ടെല്ലാം തിരിച്ചുപിടിക്കാനാണ് CPIയുടെ ശ്രമം. ജനായത്ത രാഷ്ട്രീയത്തിൽ തീപ്പൊരിയും ചോരച്ചുവപ്പും വീര്യവും കണ്ണീരും വീഴ്ത്തിയ കണ്ണൂരും VIP മണ്ഡലം തന്നെ. കണ്ണൂരിൽ K സുധാകരന്റെ 3ാം അംഗമാണ്. 2009 KK രാഗേഷിനെ വീഴ്ത്തി. 2014 PK ശ്രീമതിയോട് നേരിയ വോട്ടിന് തോറ്റു. 2019 ശ്രീമതിയെ 1 ലക്ഷത്തിനടുത്ത് വോട്ടിന് തോൽപ്പിച്ച് പകരം വീട്ടി. ഇക്കുറി മുഹമ്മദ് M ബ്ലാത്തൂർ, VP അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് ജയന്ത് എന്നീ പേരുകളെല്ലാം കേട്ടെങ്കിലും K സുധാകരൻ തന്നെയാകും കളത്തിലെന്ന് ഉറപ്പാവുകയാണ്. ജില്ലാ സെക്രട്ടറി MV ജയരാജനാകും എതിരാളി. കേരളമാകെ പോരാട്ടച്ചൂടിലേക്ക് ഉയരുകയാണ്. കണ്ണൂരും തൃശൂരും വയനാടും തിരുവനന്തപുരവും മാത്രമല്ല, 20ഇടവും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തുമെന്ന് വരെ കേൾക്കുന്നു. തിരുവനന്തപുരത്തെ BJPയുടെ ആ VIP സ്ഥാനാർത്ഥി ആരായിരിക്കും? ചിത്രം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്.